ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് 10ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ യൂണിറ്റുമായിട്ടാണ്, ഹ്യൂമനിസം. ഇതിൻ്റെ ഒന്നാമത്തെ പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ പാർട്ടാണ്. ഒന്നാമത്തെ പാർട്ട് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒന്നാമത്തെ പാർട്ട് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ രണ്ടാമത്തെ പാർട്ട് കാണുക. ഓക്കെ, ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ discuss the impact brought about by the outbreak of the plague in 14th century in വേരിയസ് ഫീൽഡ്സ് യൂറോപ്പ്. അല്ലേ, യൂറോപ്പിൻ്റെ വേരിയസ് ഫീൽഡ്സിൽ മാറ്റങ്ങൾ വരുത്തി ഏത് പ്ലേഗ് എന്ന് പറയുന്ന ഒരു അസുഖം, അല്ലെ, ആ അസുഖം വലിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങളാണ് അവിടെ വരുത്തിയത്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ്, അതിൻ്റെ ആൻസർ എന്തൊക്കെയാണ് വരുമെന്ന് നമ്മൾ അന്ന് ചർച്ച ചെയ്തു. ഇനി അതിൻ്റെ താഴെയുള്ള പാരഗ്രാഫാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. The prosperity, political liberty and social unity of the cities fostered civic sense and self-respect among people. എന്താണ് പറയുന്നത്? സമ്പത്ത് വർദ്ധിച്ചതും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ നല്ല മേന്മയുണ്ടായതും പിന്നെ സാമൂഹിക ഐക്യവുമൊക്കെ സിറ്റിയിലുള്ള ജനങ്ങൾക്ക് ആത്മാഭിമാനവും അതേപോലെ തന്നെ അതായത് പൗരത്വബോധവും വളർത്തിയെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. റിവൈവ്ഡ് ഇൻട്രസ്റ്റ് ഇൻ ദ കൺസെപ്റ്റ്സ് ഓഫ് ലോ ആൻഡ് ഓർഡർ ആൻഡ് ഗവേണൻസ് ദാറ്റ് ഹാഡ് ഫ്ലോറിഷ്ഡ് ഇൻ ദ ആൻഷ്യൻ്റ് റോമൻ എംപയർ ബിഗാൻ ടു സ്പ്രെഡ് ത്രൂ ഔട്ട് ദ ഇറ്റലി. ദ കൺസെപ്റ്റ് ഓഫ് ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ ക്രമസമാധാനം അതേപോലെ തന്നെ ഭരണപരവുമായിട്ടുള്ള ഒക്കെ മുന്നേറ്റം എവിടെ നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ ഫ്ലോറിഷ്ഡ് ഇൻ ദ ആൻഷ്യൻ്റ് റോമൻ എംപയർ, അല്ലേ, ആൻഷ്യൻ്റ് റോമൻ എംപയറിലുള്ളതുപോലുള്ള കാര്യങ്ങൾ ഇവിടെയും സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി ഇറ്റലിയിൽ. ഇനി അടുത്ത് എന്താ പറഞ്ഞത്? എ സെക്ഷൻ ഓഫ് ദ പോപ്പുലേഷൻ വെൽ വേഴ്സ്ഡ് ഇൻ ദ ആൻഷ്യൻ്റ് റോമൻ ലോ ആൻഡ് ദ ലാറ്റിൻ ലാംഗ്വേജ് ടേൺഡ് ദെയർ അറ്റൻഷൻ ടു കമേഴ്ഷ്യൽ പേഴ്സ്പെക്ട്സ്. എന്താണ് പറയുന്നത്? ഭൂരിഭാഗം ആൾക്കാരും എങ്ങനെയുള്ള ആൾക്കാരാണെന്ന് പറയുന്നത്? ആൻഷ്യൻ്റ് റോമൻ ലോ, പുരാതന റോമൻ നിയമങ്ങൾ അറിയുന്നതും അതേപോലെ തന്നെ ലാറ്റിൻ ലാംഗ്വേജ് അറിയുന്നതുമായ ആൾക്കാർ അവരുടെ ശ്രദ്ധ കൂടുതലായി ഏതിലേക്ക് ചെലുത്തി? കമേഴ്സ്യൽ പർപ്പസ്, അതായത് വാണിജ്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ദിസ് ഇൻ ടേൺ സ്പാർക്ക്ഡ് എ റിന്യൂവൽ ഇൻട്രസ്റ്റ് ഇൻ ക്ലാസിക്കൽ ലാംഗ്വേജസ്, ലിറ്ററേച്ചർ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ആൻറ്റിക്വിറ്റി. പിന്നെ എന്താണ് പറയുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതിലേക്ക് ഇവരുടെ താല്പര്യം വർദ്ധിപ്പിച്ചു? ക്ലാസിക്കൽ ലാംഗ്വേജ്, അല്ലെ, പുരാണ ഭാഷകൾ, അതേപോലെ തന്നെ സാഹിത്യം, പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ആൻറ്റിക്വിറ്റി എന്ന് പറഞ്ഞാൽ പൗരാണിക സ്ഥാപനങ്ങൾ എന്നിവയിലൊക്കെ ഇവർക്ക് താല്പര്യം കൂടാൻ വേണ്ടി സാധിച്ചു. ഈച്ച് സിറ്റി ആസ്പയർഡ് ടു ബിക്കം എ സെൻറ്റർ ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. അങ്ങനെ ഓരോ സിറ്റിയും ഏതിൻ്റെ സെൻറ്ററായി മാറി? കലയുടെയും സാഹിത്യത്തിൻ്റെയും സിറ്റിയായി മാറി. Under the patronage of rulers and clergy, people sought out, collected and preserved the remnants of ancient Rome, including painting, manuscript and architectural remains. പിന്നെ എന്താണ് പറയുന്നത്? പുരാതന റോമൻ സംസ്കാരത്തിലെ ലിറ്ററേച്ചർ, അല്ലെ, കയ്യെഴുത്ത് പ്രതികളും ചിത്രങ്ങളും കെട്ടിടങ്ങളൊക്കെ അവിടെയുള്ള രാജാക്കന്മാരൊക്കെ ഏറ്റെടുത്ത് സംരക്ഷിക്കാൻ വേണ്ടി തുടങ്ങി. ദ റൂളേഴ്സ് റിയലൈസ്ഡ് ദാറ്റ്, ഭരണാധികാരികൾ എന്ത് തിരിച്ചറിഞ്ഞു എന്നാണ് പറഞ്ഞത്? റേദർ ദാൻ വേഗിംഗ് വാസ് കമ്മീഷണറിങ് ഗ്രാൻഡ് ബിൽഡിങ്സ് ആൻഡ് ഫോസ്റ്ററിങ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ വുഡ് ബി എ ബെറ്റർ വേ ടു ലീവ് എ ലാസ്റ്റിംഗ് ലെഗസി ഇൻ ദ മൈൻഡ്സ് ഓഫ് ദ പീപ്പിൾ. ഭരണാധികാരികൾ എന്ത് തിരിച്ചറിയാൻ വേണ്ടി തുടങ്ങി? അവർക്ക് മനസ്സിലായി യുദ്ധത്തേക്കാൾ ജനങ്ങളുടെ മനസ്സിൽ ഇടം കിട്ടുക ഇതേപോലെ കെട്ടിടങ്ങൾ സംരക്ഷിച്ചാലും അതേപോലെ തന്നെ കലയും സാഹിത്യവും ഒക്കെ ഉയർത്തിക്കൊണ്ടു വന്നാൽ മാത്രമേ ജനങ്ങളുടെ മനസ്സിൽ തങ്ങൾക്കൊരു സ്ഥാനമുണ്ടാകൂ എന്ന് ഭരണാധികാരികൾ ചിന്തിച്ചു. നെക്സ്റ്റ് പാരഗ്രാഫ്. Wealthy patrons beautified their parish churches and actively promoted the construction of monasteries and nunneries as well as cathedrals. എന്താണ് പറയുന്നത്? പണക്കാരായ ആൾക്കാർ അവിടെ ഇടവകകൾ സ്ഥാപിക്കുക, ക്രിസ്ത്യൻസിൻ്റെ ഇടവക എന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ ഇടവകകൾ സ്ഥാപിക്കുകയും സന്യാസിനി മഠങ്ങളും സന്യാസി മഠങ്ങൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്തു. In Italian cities such as Florence, Milan, Rome and Venice, patronage of the arts was considered a civic responsibility. അവിടെയുള്ള പ്രധാന നഗരങ്ങളിലുള്ള പൗരന്മാരെയൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് അവരുടെ കടമയായി മാറി.
In 1453, the Ottoman Turks conquered Constantinople, the capital of Eastern Roman Empire. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയെന്നാ പറഞ്ഞത്. ഏതിൻ്റെ ക്യാപിറ്റലായിരുന്നു? ഈസ്റ്റേൺ റോമൻ്റെ ക്യാപിറ്റലായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി. This city was a center of many scholars who possessed manuscript of ancient Greco-Roman literary works. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന സ്ഥലം എങ്ങനെയുള്ള സെൻറ്റർ ആയിരുന്നു? അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, പുരോഹിതന്മാരുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ മാനുസ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു, അതായത് കയ്യെഴുത്ത് പ്രതികൾ, സാഹിത്യത്തിൻ്റെ ഒക്കെ കയ്യെഴുത്ത് പ്രതികൾ ഉണ്ടായിരുന്ന, കയ്യെഴുത്ത് കോപ്പികളുണ്ടല്ലോ, ആ കോപ്പികളൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് പുരോഹിതന്മാർ ആ ഒരു സിറ്റിയിൽ ഉണ്ടായിരുന്നു. In the aftermath of the Turkish conquest, these scholars migrated to Italian cities, ബ്രിങ്ങിങ് ദെയർ മാനുസ്ക്രിപ്റ്റ് വിത്ത് ദം. അങ്ങനെ ഇവർ ഈ പിടിച്ചടക്കിയ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയപ്പോൾ അവരും കൂടി എവിടെ പോയി? ഈ സ്ക്രിപ്റ്റൊക്കെ ഉണ്ടായിരുന്ന പുരോഹിതന്മാരൊക്കെ അവരുടെ സ്ക്രിപ്റ്റുമായി മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കുടിയേറി പാർത്തു. ഇറ്റാലിയൻ സിറ്റിയിലേക്കാണ് അവർ കുടിയേറി പാർക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ. As a result, research and studies previously confined to universities during the Middle Ages began to spread to libraries. എന്താണ് ഇവിടെ പറയുന്നത്? ആദ്യമൊക്കെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ആൾക്കാർ ഇറ്റലിയിലേക്ക് അവരവരുടെ കയ്യെഴുത്ത് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞല്ലോ. അതോടുകൂടി എവിടെയും കൂടി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. സാഹിത്യങ്ങളൊക്കെ ലൈബ്രറികളിലും സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. The convergence of wealth and the political freedom created a fertile ground for artistic innovations and cultural experimentations. പണവും അതേപോലെ തന്നെ രാഷ്ട്രീയ പുരോഗതിയുമൊക്കെ ആർട്ട് എന്ന് പറഞ്ഞാൽ കലയും സംസ്കാരവും ഒക്കെ മുന്നോട്ട് കൊണ്ടുവരേണ്ടതിന് ആയി ഒരു വലിയൊരു പങ്ക് അവർ മാറ്റിവെച്ചു. അതായത് കലയിലൊക്കെ നല്ലൊരു മേന്മയുണ്ടായി. Consequently, novel ideas began to emerge in the cultural and intellectual spheres. ഇതോടുകൂടി എന്താണ്? സംസ്കാരത്തിലും കലയിലും ഒക്കെ പുത്തൻ ആശയങ്ങൾ ഉടലെടുക്കാൻ വേണ്ടി തുടങ്ങി. ഇനി ഇവിടെ മാപ്പ് കൊടുത്തിട്ടുണ്ട്. ആ മാപ്പ് നോക്കാൻ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ലുക്ക് അറ്റ് ദ മാപ്പ് 1.2 ആൻഡ് ലൊക്കേറ്റ് കോൺസ്റ്റാന്റിനോപ്പിൾ, ഡിസ്കസ് ദ ജിയോഗ്രഫിക്കൽ സിഗ്നിഫിക്കൻസ്. അല്ലെ, കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ മാപ്പ് നോക്കിയിട്ട് കോൺസ്റ്റാന്റിനോപ്പിൾ കണ്ടെത്താനും അവയുടെ എന്താണ് ഈ ജിയോഗ്രഫിക്കൽ ഏരിയ അല്ലെ അതിൻ്റെ ആ സ്ഥലത്തിൻ്റെ ആ ഒരു സിഗ്നിഫിക്കൻസ് കണ്ടെത്താനാണ് പറയുന്നത്. അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ആക്സസ് ദ ഇമ്പാക്റ്റ് ഓഫ് ദ കോൺക്വസ്റ്റ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ ദ ടർക്കിഷ് ഓൺ ദ ഇൻ്റലക്ച്വൽ ലാൻഡ്സ്കേപ്പ് ഓഫ് ഇറ്റലി. എന്താണ് ഇവിടെ പറയുന്നത്? കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചെടുത്തു. ആ പിടിച്ചെടുത്തതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ, അല്ല ഇറ്റലിയിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അതെങ്ങനെയാണ് ഇറ്റലിയിലേക്ക് മാറ്റങ്ങൾ വന്നത്? അവിടെയുള്ള പുരോഹിതന്മാരും അറിവുള്ള ആൾക്കാരും ഒക്കെ അവരുടെ മാനുസ്ക്രിപ്റ്റ് അല്ല അവരുടെ കൃതികളൊക്കെ കൊണ്ട് എവിടെ പോയി? ഇറ്റലിയിലേക്ക് പോയി അല്ലേ. അപ്പോൾ ഇറ്റലിയിൽ നല്ലൊരു കലയും അതേപോലെ തന്നെ സംസ്കാരവും ലിറ്ററേച്ചറും ഒക്കെ മുൻപന്തിയിൽ എത്താൻ വേണ്ടി തുടങ്ങിയില്ല. അവിടെയുള്ള സമ്പത്തും അതേപോലെ തന്നെ രാഷ്ട്രീയ മുന്നേറ്റവും ഒക്കെ ഏതിന് വഴി തെളിയിച്ചു? അവരൊക്കെ ഏതിൻ്റെ മുന്നേറ്റത്തിനായി പ്രവർത്തിച്ചു? കലയുടെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ മുന്നേറ്റത്തിനായി പ്രവർത്തിച്ചു അല്ലേ. ആ കാര്യങ്ങളാണ് അവിടെ വരിക. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. ഹ്യൂമൻ ബിഗിൻസ് അറ്റ് ദ സെൻറ്റർ. അങ്ങനെ പറഞ്ഞാൽ മനുഷ്യൻ കേന്ദ്രങ്ങളാവുന്നു, മനുഷ്യന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കിയാലോ. The Middle Ages were predominantly influenced by the philosophical school of thought known as Scholasticism. മധ്യകാലഘട്ടത്തിൽ ഏതിന് ഇമ്പോർട്ടൻസ് വന്നു എന്ന് പറഞ്ഞത്? ഒരു ഫിലോസഫി, ഒരു തത്വചിന്ത. ആ തത്വചിന്തയുടെ പേരാണ് സ്കോളാസ്റ്റിസം എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. അതെന്താണെന്നാണ് ഇനി പറയുന്നത്. വിച്ച് വാസ് ഡീപ്ലി റൂട്ടഡ് ഇൻ ക്രിസ്ത്യൻ തിയോളജി അല്ലെ. ക്രിസ്ത്യൻ മതാചാരങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിരുന്നു അത്. ഓൾദോ സ്കോളാസ്റ്റിസം എൻകറേജ്ഡ് നോളജ് ആൻഡ് റിസർച്ച്. അറിവിനും അന്വേഷണ ബുദ്ധിക്കും ഒക്കെ ഇത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എന്നാലും ഇറ്റ് പ്രയോറിറ്റൈസ്ഡ് ദ ഡിവൈൻ ആൻഡ് ദ ആഫ്റ്റർ ലൈഫ്. ഇത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്താണ്? പരലോക ജീവിതത്തിനും ദൈവവിശ്വാസത്തിനും ഒക്കെയായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. The concept of humanism emerged as a departure from Christian theology, emphasizing the significance of human experience.
എന്താണ് പറയുന്നത്? ഈ കൺസെപ്റ്റിൽ നിന്നും മാറി ഹ്യൂമനിസത്തിന്, അത് മാനവിക ചിന്തക്ക്, യുക്തി ചിന്തക്കും മാനവികതയ്ക്കും, അതായത് മനുഷ്യൻ എന്ന കൺസെപ്റ്റിനും യുക്തി ചിന്തയ്ക്കും ഒക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി തുടങ്ങി. അതായത് ദൈവചിന്ത എന്ന കാഴ്ചപ്പാടിൽ നിന്നും മാറി മാനുഷിക ചിന്തയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകി എന്നാണ് പറയുന്നത്. ഹ്യൂമനിസ്റ്റ്സ് ഹൈലൈറ്റഡ് ദ യുണീക്നെസ്, ഇമോഷൻസ്, capabilities, literary expressions and communication skill inherent in humanity. ഹ്യൂമനിസം കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയത് മനുഷ്യന്മാരുടെ വികാരങ്ങൾ, എഴുത്ത് ശേഷികൾ, സംഭാഷണങ്ങൾ എന്നിവയ്ക്കൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്നാണ് ഇവിടെ പറയുന്നത്. This paradigm shift was founded on a transformation from a theological perspective to a human-centered outlook. മെയിനായിട്ട് ഇവിടെ പറയുന്നത് ദൈവിക കാഴ്ചപ്പാടിൽ നിന്നും മാറി മാനുഷിക കാഴ്ചപ്പാടിലേക്ക് എത്തി എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഹ്യൂമനിസം ഓൾസോ അക്കോമഡേറ്റഡ് ഡിസെൻഡിങ് വോയിസസ് ആൻഡ് ക്രിറ്റിസിസംസ്, ക്വസ്റ്റ്യനിങ് ദ അതോറിറ്റി ഓഫ് റിലീജിയസ് ഡോഗ്മ ആൻഡ് ഡോമിനേഷൻസ്. ഓക്കെ, ഈ ഹ്യൂമനിസം എന്ന് പറയുന്നത് മെയിനായിട്ട് നമുക്ക് ഇതെല്ലാം വെച്ച് പറയുമ്പോൾ എന്താണ്, മനുഷ്യൻ്റെ വികാരങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. ദൈവകാര്യങ്ങളെക്കാൾ കൂടുതൽ, ആദ്യം ദൈവകാര്യങ്ങൾക്കായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെ, പരലോക ജീവിതത്തിനൊക്കെ ആയിരുന്നു ഇമ്പോർട്ടൻസ്. അത് മാറ്റി വെച്ച് മനുഷ്യൻ്റെ വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തു. പിന്നെ ഈ ഹ്യൂമനിസ്റ്റുകൾ മെയിനായിട്ട് ചെയ്തത് എന്താണ്, ചോദ്യം ചെയ്യാൻ വേണ്ടി തുടങ്ങി. അല്ല, അവരുടെ വിശ്വാസങ്ങളെയും അന്ധവിശ്വാസങ്ങളെയൊക്കെ എതിർക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും വേണ്ടിയൊക്കെ തുടങ്ങി. ആദ്യം എല്ലാവരും എന്താണ്, ആ ഒരു ദൈവവിശ്വാസത്തിന് പിന്നാലെ പോയിരുന്നു. പിന്നെ ഇവർ മനുഷ്യൻ്റെ ആ ഒരു കഴിവ് ഒക്കെ മനസ്സിലാക്കിയപ്പോൾ ദൈവവിശ്വാസം മാത്രമല്ല മനുഷ്യൻ്റെ വികാര വിചാരങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് കൊടുത്തു. അങ്ങനെ മറ്റുള്ള അന്ധവിശ്വാസങ്ങൾക്കൊക്കെ എതിർക്കാനും ചോദ്യം ചെയ്യാനും വേണ്ടിയൊക്കെ തുടങ്ങി എന്നാണ് മെയിനായിട്ട് പറയുന്നത്. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം. ഡ്യൂറിങ് ദിസ് പീരീഡ് പീപ്പിൾ avidly റീഡ് ആൻഷ്യൻ്റ് ഗ്രീക്കോ റോമൻ വർക്ക്സ്. ദ അറബ്സ് പ്ലേഡ് എ സിഗ്നിഫിക്കൻ്റ് റോൾ ഇൻ ഡിസെമിനേറ്റിംഗ് ദ ഐഡിയാസ് ഓഫ് ദ ആൻഷ്യൻ്റ് ഗ്രീക്ക് ഫിലോസഫർ അരിസ്റ്റോട്ടിൽ ത്രൂ ഔട്ട് യൂറോപ്പ്. ഈ കാലഘട്ടത്തിൽ ഗ്രീക്കോ റോമൻ ഗ്രന്ഥങ്ങൾ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞു. ആ ഗ്രന്ഥങ്ങൾ വായിക്കാൻ ജനങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ചു. പിന്നെ തത്വചിന്തകനായ അരിസ്റ്റോട്ടിൻ്റെ തത്വങ്ങളൊക്കെ അറബികൾ എവിടെ പ്രചരിപ്പിച്ചു എന്നാണ് പറയുന്നത്, യൂറോപ്പിൽ പ്രചരിപ്പിച്ചു. ഹ്യൂമനിസ്റ്റ്സ് പ്രൊഡ്യൂസ്ഡ് വർക്ക്സ് ഇൻ റീജിയണൽ ലാംഗ്വേജസ് ആൻഡ് ക്രിയേറ്റഡ് പെയിൻറ്റിംഗ് ആൻഡ് സ്കൾപ്ചേഴ്സ് ഇൻ ദ ഗ്രീക്കോ റോമൻ സ്റ്റൈൽ. ഈ ഹ്യൂമനിസ്റ്റുകൾ, അതായത് മാനവികതാവാദികൾ എന്ത് ചെയ്തു എന്നറിയാം, റീജിയണൽ ലാംഗ്വേജസിൽ കൂടുതൽ ഗ്രന്ഥങ്ങളൊക്കെ അവരുടെ എഴുത്തുകളൊക്കെ പ്രചരിപ്പിച്ചു. റീജിയണൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഓരോ നാട്ടിൽ ഏതാണോ ഭാഷ ആ ഭാഷയിലുള്ള പുസ്തകങ്ങളൊക്കെ എഴുതി വിതരണം ചെയ്തു. കാരണം എന്നാലേ ആ നാട്ടുകാർക്ക് വായിക്കാൻ വേണ്ടി പറ്റും. എല്ലാം ഇംഗ്ലീഷിലൊക്കെ ആയാലും റോമനിലും ഗ്രീക്കിലും ഒക്കെ ആയാലും സാധാരണക്കാർക്ക് വായിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ റീജിയണൽ ലാംഗ്വേജ്, ആ നാട്ടിലെ ഭാഷയ്ക്ക് അനുസരിച്ചിട്ടുള്ളത് പുസ്തകങ്ങൾ അവരവിടെ വിതരണം ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതേപോലെ അവർ ഏതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തു, ഗ്രീക്കോ റോമൻ ചിത്രകലയ്ക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തു. ചിത്രകല മാത്രമല്ല ശില്പങ്ങൾക്കും ഒക്കെ നല്ല ഡിമാൻഡും ഇമ്പോർട്ടൻസും ഒക്കെ കൊടുത്തു. Although ancient Greco-Roman civilization served as their primary source of inspiration, the humanist perspective was distinctly different. Greco-Roman art depicted gods, the wealthy and the powerful in all its beauty and splendor. However, Renaissance art represents human beings in all its naturalness. എന്താണ് പറയുന്നത് ഇവിടെ മൊത്തത്തിൽ പറയുന്നത്, ഗ്രീക്കോ റോമൻ സംസ്കാരത്തിൽ അവർ ചിത്രങ്ങളും ഒക്കെ പ്രചരിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് കുറച്ച് വ്യത്യാസം ഇവർക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഗ്രീക്കോ റോമനിൽ അവർ സമ്പന്നരെയും പിന്നെ ദൈവത്തിൻ്റെ ചിത്രങ്ങളും അങ്ങനെയൊക്കെ വരച്ചിരുന്നു. അതെന്ന് വെച്ചാൽ എങ്ങനെയാണ്, നല്ല പൂർണ്ണതയും നല്ലൊരു ഭംഗി കൊടുത്താണ് അവരതൊക്കെ ചെയ്തിരുന്നത്. സമ്പന്നരുടെയും ദൈവങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ നല്ലൊരു പൂർണ്ണതയിൽ ചെയ്തിരുന്നു. പക്ഷേ ഈ ഹ്യൂമനിസം വാദികൾ എന്ത് ചെയ്തു, ഈ നല്ലൊരു സൗന്ദര്യം കൊടുക്കാണ്ട് ആ റിയലായിട്ടുള്ള മനുഷ്യൻ്റെ എന്താണോ റിയലായിട്ട് ആ റിയലായിട്ടുള്ളത് മാത്രം ചിത്രത്തിലൂടെ കാണിക്കാൻ വേണ്ടി തുടങ്ങി. The numerous work of art and literature produced during the Renaissance period bear testimony to this shift. Humanism later became a source and inspiration for transformative changes across various spheres, including painting, architecture, literature, politics, history, science and religion.
ദ റിനൈസൻസ് ഇൻ എസെൻസ് എംബഡീസ് ദീസ് ചേഞ്ചസ്. എന്താണ് ഇവിടെ പറയുന്നത്? നവോത്ഥാനത്തിൽ എല്ലാ മേഖലയിലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഏതിലൊക്കെയാണ് നമ്മൾ പറഞ്ഞല്ലേ? ലിറ്ററേച്ചർ, കല, ആർട്ട്, സംസ്കാരം, സാഹിത്യം, രാഷ്ട്രീയം, ചരിത്രം, അതേപോലെ തന്നെ സയൻസ്, പിന്നെ മതം, അങ്ങനെയുള്ള മേഖലയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഈ നവോത്ഥാനം കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അതിന് ഒരുപാട് തെളിവുകളും ഒക്കെയുണ്ട്. ആ മാറ്റങ്ങളാണ് പിന്നീട് എല്ലാവരും ഉൾക്കൊണ്ടത്. ഓക്കെ, അപ്പോൾ ഈ പാരഗ്രാഫിൽ അത്രയുമാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു അരിസ്റ്റോട്ടലിൻ്റെ തത്വചിന്തകൾ പിന്നെ അറബികൾ യൂറോപ്പിലൊക്കെ പ്രചരിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അരിസ്റ്റോട്ടലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് സൈഡിൽ. നമുക്കിനി അത് വായിച്ചു നോക്കാം. അരിസ്റ്റോട്ടിൽ വാസ് എ ഫിലോസഫർ ഹൂ ലിവ്ഡ് ഇൻ ആൻഷ്യൻ്റ് ഗ്രീസ്. ആൻഷ്യൻ്റ് ഗ്രീസിൽ ജീവിച്ചിരുന്ന ഒരു തത്വചിന്തകനായിരുന്നു അരിസ്റ്റോട്ടിൽ. ഹിസ് ഐഡിയാസ് പേവ്ഡ് ദ ബാക്ക്ഗ്രൗണ്ട് ഫോർ ന്യൂ ക്വസ്റ്റ്യൻസ് ആൻഡ് ഡിബേറ്റ്സ് ഇൻ ദ റിനൈസൻസ് പീരീഡ്. ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ നവോത്ഥാന കാലഘട്ടത്തിൽ ചില ചോദ്യങ്ങൾക്കും സംവാദങ്ങൾക്കും ഒക്കെ വഴിയൊരുക്കി. ഹിസ് വർക്ക്സ് ട്രാൻസ്ലേറ്റഡ് ഇൻറ്റു ലാറ്റിൻ ആൻഡ് റീജിയണൽ ലാംഗ്വേജസ് ഇൻ ദ 12th and 13th century. 12-13 നൂറ്റാണ്ടുകളിൽ ഇദ്ദേഹത്തിൻ്റെ കൃതികൾ ഏതിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ലാറ്റിൻ ഭാഷയിലും അതേപോലെ തന്നെ റീജിയണൽ ഭാഷകളിലും, അല്ലെ, ഓരോ പ്രദേശത്തെ ഭാഷകളിലും മാറ്റി എഴുതപ്പെട്ടു എന്നാണ് പറയുന്നത്. The significance Aristotle placed on the pursuit of truth, coupled with the profound depth of his scholarly endeavors, accounted for the immense interest in his ideas. അദ്ദേഹത്തിൻ്റെ കൃതികൾ ഇങ്ങനെ വേറെ ലാംഗ്വേജിലൊക്കെ വരാൻ വേണ്ടിയുള്ള പ്രധാനമായിട്ടുള്ള കാരണം സത്യാന്വേഷണത്തിന്, അദ്ദേഹം സത്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി എടുത്ത ആ പ്രയത്നവും ത്യാഗവും അദ്ദേഹത്തിൻ്റെ ആ അന്വേഷണ ബുദ്ധിയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിലുള്ളത്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഈ കൃതികളൊക്കെ മറ്റ് ഭാഷകളിലേക്കും ലാറ്റിൻ ഭാഷകളിലൊക്കെ അച്ചടിച്ച് വരാൻ വേണ്ടി പ്രചരിക്കാൻ വേണ്ടിയൊക്കെ അദ്ദേഹത്തിന് വഴിയൊരുക്കിയത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിൽ നല്ല നല്ല ആശയങ്ങളും തത്വങ്ങളും ഒക്കെ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇനി അടുത്തത് എന്താണ്? ഇവിടെ 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, അല്ലേ? മെഡീവൽ പെയിൻറ്റിങ്സും റിനൈസൻസ് പീരീഡിലും പെയിൻറ്റിങ്സും തമ്മിലുള്ള ആ ഒരു വ്യത്യാസമാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും മെഡീവൽ പീരീഡ്സിൽ എന്താണ്, അവർ സമ്പന്നർക്കും ദൈവങ്ങൾക്കൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ചിത്രങ്ങളൊക്കെ എന്താണ് ഭംഗി കൂടുതലാക്കിയിട്ടായിരുന്നു വരച്ചിരുന്നത്. പക്ഷേ ഇപ്പുറം അതായത് റിനൈസൻസ് പീരീഡിൽ എന്താണ് ആ ഒരു സ്വാഭാവികത, അല്ല, സാധാരണ രീതിയിലുള്ള ചിത്രങ്ങളാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ കാണാം, ഇവിടെ കുഞ്ഞിനെ കയ്യിൽ പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദൈവിക വിശ്വാസമുള്ള ഒരു ചിത്രമാണ്. അപ്പോൾ അതിന് ചുറ്റും അത് കാണിക്കാൻ വേണ്ടി ചുറ്റിലും ദൈവത്തിൻ്റെ ഒരു പ്രതീകം പോലെ കാണുന്നുണ്ട്, അല്ലേ? പിന്നെ രണ്ടാമത്തെ പിക്ചർ നോക്കുമ്പോൾ അതിലൊരു സാധാരണ ഒരു ഫോട്ടോ ആണ് കാണുന്നത്, അല്ലേ? അങ്ങനെ ഒരു ദൈവിക ചലനങ്ങളൊന്നും ചുറ്റിലും കാണുന്നില്ല. ഓക്കെ, ഇതാണ് വ്യത്യാസം. ഇനി അടുത്ത പാരഗ്രാഫ് പെയിൻറ്റിങ്സിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. നോക്കാം. ഹ്യൂമനിസ്റ്റിക് ഐഡിയൽസ് വെർ റിഫ്ലക്റ്റഡ് പ്രൊഫൗണ്ട്ലി ഇൻ റിനൈസൻസ് പെയിൻറ്റിങ്സ്. പെയിൻറ്റേഴ്സ് ഓഫ് ദ ടൈം റെപ്രസെൻറ്റഡ് ഹ്യൂമൻ ഫോംസ് വിത്ത് റിമാർക്കബിൾ ആക്യുറസി, ക്ലാരിറ്റി ആൻഡ് മെറ്റിക്കുലസ് അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഇൻ ദെയർ വർക്ക്സ്. ഈ നവോത്ഥാന കാലത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിരുന്നത് പെയിൻറ്റിങ്സിന് തന്നെയായിരുന്നു. ചിത്രകാരന്മാർ അവരുടെ പെയിൻറ്റിങ്സിലെ എന്തൊക്കെ ഇത് കൊണ്ടുവന്നത്, അത് അവർ ചിത്രങ്ങൾ കൃത്യതയോടും വ്യക്തതയോടും അതേപോലെ തന്നെ ക്ലാരിറ്റി ഒക്കെ ഉണ്ടായിരുന്നു അവരുടെ ചിത്രങ്ങൾക്ക്. മാനുഷിക വികാരങ്ങൾ ആ ചിത്രങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാകുന്ന വിധത്തിലായിരുന്നു അവർ വരച്ചിരുന്നത്. The knowledge they had acquired about human അനാറ്റമി ഫെസിലിറ്റേറ്റഡ് ദിസ് ആർട്ടിസ്റ്റിക് അച്ചീവ്മെൻറ്റ്. അവരുടെ ആ കഴിവ്, അവരെന്താണ് ആ ശാരീരിക ഘടനയായാലും എന്തെന്നായാലും അവരുടെ ആ കഴിവ് ആ ചിത്രത്തിൽ പ്രതിഫലിച്ചിരുന്നു. Moreover, painters emphasized rationalism and human emotions, attributing significance to the values of this world. With the influence of humanism, artworks became increasingly precise and realistic. മാനവികതാവാദം യുക്തിചിന്തയ്ക്കും ഇഹലോകത്തിനും ഇമ്പോർട്ടൻസ് നൽകുന്നത് കൊണ്ട് തന്നെ അവരുടെ ചിത്രങ്ങളൊക്കെ നല്ല റിയലിസ്റ്റിക് ആയിരുന്നു, അല്ല, നല്ല പെർഫെക്റ്റ് ആയിരുന്നു. അത് അവർ കൂടുതലായിട്ട് അവരുടെ ചിത്രങ്ങളിൽ പെർഫെക്ഷൻ കൊണ്ടുവന്നിരുന്നു. പെയിൻറ്റേഴ്സ് ഓഫൻ സെലക്റ്റഡ് themselves that emphasized theological significance for their works. However, Renaissance paintings had certain other distinctive features as well.
ഇവരുടെ ചിത്രങ്ങൾ ദൈവികമായിട്ടുള്ളത് വരച്ചിരുന്നു, പിന്നെ മാനുഷികമായിട്ടുള്ളത് വരച്ചിരുന്നല്ല, മാനുഷികതയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ളതാണ് വരച്ചിരുന്നത്. അപ്പോൾ ഇവരുടെ ചിത്രങ്ങൾ ഈ മുൻപന്തിയിൽ നിൽക്കാൻ വേണ്ടി എന്തൊക്കെ പ്രത്യേകതകളാണ് ആ ചിത്രത്തിനുള്ളത് അതാണ് പറയുന്നത്. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതെല്ലാവരും ആ പോയിൻറ്റ്സ് പഠിച്ചു വെച്ചിരിക്കണം. നമുക്ക് ആ പോയിൻറ്റ്സിലേക്ക് പോവാം. ഇവരുടെ ചിത്രത്തിൻ്റെ പ്രത്യേകതകളാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ലാൻഡ്സ്കേപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? തെങ്ങും മലകളും കടലും ബീച്ചും പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, വയലുകൾ, അങ്ങനെയുള്ള ചിത്രങ്ങൾ, അതാണ് ലാൻഡ്സ്കേപ്പ് ചിത്രങ്ങൾ. പിന്നെ ഇനി അടുത്തത് പറയുന്നത് ദ യൂസ് ഓഫ് കളർ ടു ഇല്ലുസ്ട്രേറ്റ് ലൈറ്റ് ആൻഡ് സ്പേഷ്യൽ ഡെപ്ത്. എന്താ പറയുന്നത്? അവർ വ്യത്യസ്തമായ കളറുകൾ, നിറങ്ങൾ കൊണ്ട് പ്രകാശത്തെയും ദൂരത്തെയും ഒക്കെ ചിത്രീകരിക്കാൻ വേണ്ടി വ്യത്യസ്തമായ നിറങ്ങൾ ഉപയോഗിച്ചിരുന്നു. പിന്നെ അടുത്തത് പറയുന്നത് റിയലിസ്റ്റിക് ഡെപിക്ഷൻ ഓഫ് ദ ഹ്യൂമൻ ബോഡി. മനുഷ്യൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു ശരീരഘടനയായിരുന്നു, നല്ലൊരു ഘടനയിലുള്ള ചിത്രം തന്നെയായിരുന്നു അവർ വരച്ചിരുന്നത്. ഇനി അടുത്തത് ദ യൂസ് ഓഫ് ഓയിൽ പെയിൻറ്റ്സ് അവർ ഉപയോഗിച്ചിരുന്നു. പിന്നെ പോർട്രേറ്റാണ് വരുന്നത്. പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഛായാചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഇതുണ്ടല്ലോ, നമ്മൾ മുഖങ്ങളൊക്കെ വരച്ച നല്ല ക്ലിയർ ആയിട്ടുള്ള നല്ല ഛായാചിത്രങ്ങളായിരുന്നു അവർ വരച്ചിരുന്നത്. പിന്നെ എന്താ പറയുന്നത്? ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിവൈൻ ഫിഗേഴ്സ് ഇൻ ഐഡിയലൈസ്ഡ് ഹ്യൂമൻ ഫോംസ്. പിന്നെ അവർ പ്രധാനമായും വരച്ചിരുന്നത് ദൈവങ്ങളുടെ ചിത്രങ്ങളായിരുന്നു, മനുഷ്യരൂപത്തിലുള്ള ദൈവങ്ങളുടെ ചിത്രങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ചിത്രങ്ങളും കൂടുതലായിട്ട് ഇക്കാലത്ത് വരച്ചിരുന്നു. ഈ പോയിൻറ്റ്സൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും നല്ലോണം പഠിക്കുക. ഇനിയിപ്പോൾ അടുത്ത പേജിൽ കൊടുത്തിട്ടുള്ളത് അവരുടെ കുറച്ച് പെയിൻറ്റിങ്സ് ആണ്. ആരുടെയൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നല്ലോണം ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, എണ്ണച്ചായങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്, മുകളിൽ യേശുവിൻ്റെ ഫോട്ടോ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് നിരീക്ഷിക്കുക. അവിടെ ഒരു ക്വസ്റ്റ്യനും കൊടുത്തിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൺ ഹിയർ ആൻഡ് ഐഡൻറ്റിഫൈ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് റിനൈസൻസ് പെയിൻറ്റിങ്സ് റിഫ്ലക്റ്റഡ് ഇൻ ദം. അല്ലേ, ഈ നവോത്ഥാന കാലഘട്ടത്തിലുള്ള പെയിൻറ്റിങ്സിൻ്റെ പ്രത്യേകതകളാണ് ഈ മുകളിൽ കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾ നോക്കി കണ്ടെത്താൻ പറയുന്നത്. അപ്പം നമ്മൾ ആ പ്രത്യേകതകൾ എന്തൊക്കെയാണ് പറയേണ്ടത്? നമ്മൾ ആ പറഞ്ഞ പോയിൻറ്റ്സ് ആണ് മെയിനായിട്ട് പറയേണ്ടത്. പരീക്ഷയ്ക്ക് ആ പോയിൻറ്റ്സ് എഴുതാൻ വേണ്ടി വരും. അപ്പോൾ അതെല്ലാവരും പഠിച്ചു വെക്കുക. അതാണ് ഈ ചോദ്യത്തിൻ്റെ ആൻസറായിട്ടും വരിക. അടുത്ത പാരഗ്രാഫ്. ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രീക്കോ റോമൻ ആർട്ട് വാസ് ഫസ്റ്റ് എവിഡൻറ്റ് ഇൻ ജിയോട്ടോസ് വർക്ക്സ്. ജിയോട്ടോ എന്ന് പറയുന്ന ആളുടെ വർക്കാണ് ഗ്രീക്കോ റോമനിൽ ആദ്യം തന്നെ ഫസ്റ്റായിട്ട് എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്ത ചിത്രം. ഹൗഎവർ ഇറ്റ് വാസ് മസാച്ചിയോ, എ പെയിൻറ്റർ ഹു എമേർജ്ഡ് ലേറ്റർ, ക്രിയേറ്റഡ് എ പ്രൊഫൗണ്ട് ഇമ്പാക്റ്റ് ഓൺ ഓൾ ആർട്ടിസ്റ്റ് ഹൂ കെയിം ലേറ്റർ. പിന്നീട് ആരുടെ ചിത്രമാണ് ഫേമസ് ആയെന്ന് പറയുന്നത്? മസാച്ചിയോയുടെ ചിത്രമാണ് ഫേമസ് ആയത്. His wall paintings, characterized by their round in shape and seemed to protrude from the surface, showcased human figures engaging in everyday life experiences. മസാച്ചിയുടെ ചിത്രങ്ങളുടെ പ്രത്യേകതയാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ചുമർ ചിത്രങ്ങൾ എങ്ങനെയായിരുന്നു? വൃത്താകൃതിയിലുള്ളതും പിന്നെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് പോലെ, അതായത് നമ്മളിപ്പോൾ 3D ചിത്രങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതേപോലുള്ള ചിത്രങ്ങളായിരുന്നു അദ്ദേഹം കൂടുതലായും വരച്ചിരുന്നത്. പിന്നെ എന്താണ് പ്രത്യേകത? ആളുകളുടെ നേർക്കാഴ്ചകളാണ് അദ്ദേഹം തൻ്റെ ചിത്രത്തിലൂടെ പുറം ലോകത്തെ കാണിച്ചിരിക്കുന്നത്. സാധാരണക്കാരുടെ ചിത്രങ്ങൾ, സാധാരണ അവരുടെ ജോലിയായി ബന്ധപ്പെട്ടതും അങ്ങനെയുള്ള സാധാരണമായിട്ടുള്ള ചിത്രങ്ങളാണ് വരച്ചിരുന്നത്. അതായത് ജനങ്ങളുടെ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകളാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ ഉൾപ്പെടുത്തിയിരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കിയാലോ. The Last Supper and Mona Lisa are the world famous paintings of Leonardo da Vinci. These paintings speak of the unique way in which Da Vinci harmonizes color, shadow and light. He was a versatile genius who scientifically studied the human body. ഇനി ലിയനാർഡോ ഡാവിഞ്ചിയുടെ ചിത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിത്രം എങ്ങനെയുള്ളതാണ്? അദ്ദേഹം വരച്ച പ്രധാനപ്പെട്ട ചിത്രമാണ് ദ ലാസ്റ്റ് സപ്പറിലെ യേശു ക്രിസ്തുവും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ഇരിക്കുന്ന ഒരു ചിത്രമുണ്ട്. അത് നമ്മളെല്ലായിടത്തും കാണുന്നതാണ്. അടുത്തത് മൊണാലിസ എന്നൊരു ചിത്രം, ഒരു പെൺകുട്ടിയുടെ ചിത്രമാണ്. അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസറാണ് പറയുന്നത്. അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഥവാ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക. കൂടാതെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോവാം. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലുള്ള ചോദ്യം ചിലപ്പം വരാം. റൈറ്റ് ഡൗൺ ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ലിയനാർഡോ ഡാവിഞ്ചീസ് പെയിൻറ്റിംഗ്.
ലിയനാർഡോ ഡാവിഞ്ചിയുടെ പെയിൻറ്റിങ്ങിലെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അപ്പോൾ അതാണ് ഈ 2 പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത്. ഞാനത് വായിച്ചിട്ട് അതിൻ്റെ മീനിങ് പറയാം. The Last Supper and Mona Lisa are world-famous paintings of Leonardo da Vinci. These paintings speak of the unique way in which Da Vinci's harmonies, color, shadow, and light. He was a versatile genius who scientifically studied the human body. ഇവിടെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ കളറ്, ഷാഡോ, അതേപോലെ തന്നെ ലൈറ്റ്, പിന്നെ ഹ്യൂമൻസിനെയൊക്കെ വരച്ചിരിക്കുന്നത് ആ നേച്ചറായിട്ടുള്ളത് അങ്ങനെയൊക്കെയാണ്. പിന്നെ അതിന് മെയിനായിട്ടുള്ള ഉദാഹരണങ്ങൾ പറയുന്നത് ദ ലാസ്റ്റ് സപ്പറും മൊണാലിസയും. ആ 2 ചിത്രങ്ങൾ പരിശോധിച്ചാൽ തന്നെ നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാവുന്ന പറഞ്ഞത്. ഇനി അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് ആ 2 പിക്ചേഴ്സിനെ കുറിച്ചാണ്. ഫസ്റ്റ് പറയുന്നത് ദ ലാസ്റ്റ് സപ്പർ എന്ന പിക്ചറാണ്. ആ പിക്ചറിൽ ക്രിസ്ത്യൻസിൻ്റെ ആണ്, അതായത് യേശു ക്രിസ്തുവും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും അവസാനമായി അത്താഴം കഴിക്കുന്ന ഒരു പിക്ചറാണ്. ആ പിക്ചറിൽ എന്തൊക്കെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്? ഇമോഷൻസ്, സർപ്രൈസ്, ഫിയർ ആൻഡ് ഗിൽട്ട്. അതായത് ഈ ലാസ്റ്റ് സപ്പറിൽ യേശു ക്രിസ്തുവിന് ഒറ്റിക്കൊടുക്കുന്ന ഒരു ശിഷ്യൻ അവിടെ തന്നെ ഉണ്ടല്ലോ, അത് ആ സമയത്ത് ആ അത്താഴം കഴിക്കുന്ന സമയത്ത് യേശു ക്രിസ്തു തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ മുഖത്തുണ്ടാകുന്ന ഭാവവ്യത്യാസങ്ങൾ ആ പിക്ചറിൽ ശരിക്കും പ്രതിധ്വനിച്ച് കാണുന്നുണ്ട്. ഇനി ആ മൊണാലിസ എന്നുള്ള ആ പിക്ചർ നോക്കിയാൽ അതൊരു പെൺകുട്ടിയുടെ പിക്ചറാണ്. ഒരു ചിരിക്കുന്ന പെൺകുട്ടിയാണ്. പക്ഷേ ആ പെൺകുട്ടിയുടെ മുഖം മാത്രം നോക്കിയാൽ ചിരിക്കുന്നതായും സങ്കടമുള്ളതായും ഒക്കെയുള്ള ഒരു എക്സ്പ്രഷൻസ്, പലതരത്തിലുള്ള എക്സ്പ്രഷൻസ് നമ്മൾ ആ മുഖം വീക്ഷിച്ചാൽ കാണാൻ വേണ്ടി സാധിക്കും. ഒറ്റ നോട്ടത്തിൽ അതൊരു ചിരിക്കുന്ന പെൺകുട്ടിയാണെങ്കിലും നമുക്ക് പലതരത്തിലുള്ള എക്സ്പ്രഷൻസ് ആ മുഖത്തിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതാണ് ആ ഒരു ചിത്രത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈ 2 പാരഗ്രാഫും കൂടി ഉൾപ്പെടുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. കാരണം ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട്. നമുക്കിനി പാർട്ട് 3യിൽ അടുത്ത ഭാഗങ്ങളെക്കുറിച്ച് പറയാം. ഓക്കെ, താങ്ക് യു.